ഹായ് സ്റ്റുഡൻസ്, വീലേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Show that the function f from R to R, which is defined as f of x equal to 4x, is invertible. Also find f inverse. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം, കൂടാതെ എഫ് എന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ വൈയും കിട്ടിയാൽ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് അത് ഉണ്ടാവുക, ഇൻവേർട്ടിബിൾ ആവുക. അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഇൻവേഴ്സ് ജി കിട്ടും, കൂടാതെ നേരെ തിരിച്ച് പറഞ്ഞാൽ ജിയുടെ ഇൻവേഴ്സ് എഫ് കിട്ടും. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് റെപ്രസെന്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ ഒറിജിൻ. അപ്പം ഇത് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ഈ ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്, അതായത് ബൈജക്റ്റീവ് ആണ്. തന്നിരിക്കുന്നത് y ഈക്വൽ ടു 4x, അത് അതേപോലെ തന്നെ എഴുതും. y ഈക്വൽ ടു 4x. y ഈക്വൽ ടു 4x ആണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്യാം. 6, ഇവിടെയും 6 തന്നെ. ഇവിടുന്ന് ഇവിടത്തേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ്. തൽക്കാലം ഇവിടെയുള്ള വേരിയബിൾ എക്സ് കൊടുക്കാം, ഇവിടെ y ആണ്. ഇനി നമുക്കറിയാം y എന്ന് പറഞ്ഞാൽ 4x. അതായത് ഇവിടെ 1 ആണെങ്കിൽ 4 into 1 4, 1ന്റെ ഇമേജ് 4. ഇവിടെ 2 ആണെങ്കിൽ 2ന്റെ ഇമേജ് 4 into 8. ഇങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ നോക്കണം. എങ്കിൽ മാത്രമാണ് അതിന്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക. y ഈക്വൽ ടു 4x ആകുമ്പോൾ 4 മാത്രം ഈക്വൽ സൈൻ്റെ ഇങ്ങനെ വരുമ്പോൾ താഴെ വരും x ഈക്വൽ ടു y ഡിവൈഡ് ബൈ 4. ഇതൊരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് y ആയതുകൊണ്ട് ഇതിന് നമുക്ക് g ഓഫ് y എന്ന് കൊടുക്കാം. g ഓഫ് y. അപ്പൊ നമുക്ക് g ഓഫ് y എന്ന് പറഞ്ഞ ആൾ കിട്ടി. ഇറ്റ് ഈസ് ഈക്വൽ ടു y ഡിവൈഡ് ബൈ 4. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് തന്നിരിക്കുന്ന y ഈക്വൽ ടു എക്സ് ടേംസിനെ x ഈക്വൽ ടു y ടേംസ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ g ഓഫ് y എന്ന് കൊടുത്തു. അപ്പോൾ g ഓഫ് y ഈക്വൽ ടു y ബൈ 4. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ബൈജക്റ്റീവ് ആണെങ്കിൽ എഫിന്റെ ഇൻവേഴ്സ് g ആയിരിക്കും. അതായത് g എന്ന് പറഞ്ഞാൽ y ബൈ 4. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ we have to show that g composition f of x equal to x and f composition g of y equal to y. Then we can say that this function is invertible. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ g composition f of x സ്റ്റാർട്ട് ചെയ്യും. And it is defined as g of f of x equal to g of f of x എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ എന്തോ ആയിക്കോട്ടെ, എയോ ബിയോ. ജി ഓഫ് എ ആണെങ്കിൽ അത് അതേപോലെ എഴുതാം. ജി ഓഫ് വൈ y ബൈ 4 ആണ്. അപ്പൊ ജി ഓഫ് എ ബൈ 4. ജി ഓഫ് z എന്ന് പറഞ്ഞാൽ z ഡിവൈഡ് ബൈ 4. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ 4, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x ആണ്. 4x ഡിവൈഡ് ബൈ 4, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മൾ കാണിച്ചു ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എന്നാൽ തിരിച്ചു നോക്കണം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ സ്റ്റാർട്ട് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു നമ്മളിവിടെ പറഞ്ഞു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x, എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 4y, എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ 4z. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം, 4 into g of y, which is equal to 4 into g of y യുടെ സ്ഥാനത്ത് y by 4 ആണ്, y by 4 കൊടുത്തു.
അപ്പോൾ 4 ഗെറ്റ് ക്യാൻസൽ വിച്ച് ഈസ് ഈക്വൽ ടു 1. നമ്മൾ ചെയ്ത കാര്യം കംപ്ലീറ്റ് ആയി. അതായത് എന്താണോ വേണ്ടത് നമുക്കത് കംപ്ലീറ്റ് ആയി. അപ്പം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സും കിട്ടി, എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ വൈയും കിട്ടി. Then we can write that therefore f is bijective. f bijective. f bijective എന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, f is invertible. f invertible. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് g. ആ g എന്ന് പറഞ്ഞാൽ y/4 ആണ്. ദാറ്റ് ഈസ് x ഈക്വൽ ടു y/4. ഈ x ന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഈക്വൽ ടു y/4. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രം, ഇവിടെ ഒരു എലമെന്റ് 12 ഉണ്ടെങ്കിൽ അതിന്റെ പ്രീ ഇമേജ്, ഇവിടെ ഒരു എലമെന്റ് 12 ഉണ്ടെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് എന്ന് വെച്ചാൽ 12/4. 12/4 എന്ന് വെച്ചാൽ 3 കിട്ടും. അപ്പൊ 12ന്റെ പ്രീ ഇമേജ് 3. ഇവിടെ എലമെന്റ് 16 ഉണ്ടെങ്കിൽ 16/4 എന്ത് വരും, 4. 16ന്റെ പ്രീ ഇമേജ് 4. അത്രേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന്റെ പ്രത്യേകത ഇവിടെയുള്ള എലമെന്റ് /4 ആയിരിക്കും. ഇവിടെയുള്ള എലമെന്റ് /4. ദാറ്റ് ഈസ് g of y equal to y/4. g of y equal to y/4. അപ്പോൾ നമുക്ക് എഴുതാം therefore f ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ it is equal to g ആണ്. ആ g എന്ന് പറഞ്ഞാൽ it is equal to y/4. ഇത്രയുമായാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവാൻ g കോമ്പോസിഷൻ f of x എക്സും കിട്ടണം, f കോമ്പോസിഷൻ g of y വൈയും കിട്ടണം. then f is bijective, f is invertible. therefore f ഇൻവേഴ്സ് എന്താണ്, g ആണ്. g ഇൻവേഴ്സോ f തന്നെ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് show that the function f from n to range of f which is defined as f of x equal to 4x plus 3 is invertible. Also find f inverse. നമ്മളിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് f from n to range of f. range of f എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓൺ ടു ആവേണ്ടിയിട്ടാണ്. അതായത് മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്യും. ഇവിടെ n ഉണ്ട്, ഇവിടെ റേഞ്ച് ഓഫ് എഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റേഞ്ച് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് എഫ് ഡിഫൈൻ ചെയ്താൽ ഇവിടെ 1 ആണെങ്കിൽ തന്നിരിക്കുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x plus 3. ഇറ്റ് റെപ്രസെന്റ്സ് എ സ്ട്രേറ്റ് ലൈൻ ഇൻ എ പ്ലെയിൻ. അതുകൊണ്ട് തന്നെ ഇത് ബൈജക്റ്റീവ് ആണ്. 1 1 ആണ്, ഓൺ 2 ആണ്. പക്ഷെ അതാണെന്ന് കാണിച്ചാൽ മതി നമ്മൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതേപോലെ എഴുതുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x plus 3. എഫ് ഓഫ് എക്സ് നമ്മൾ കൊടുക്കാം y എന്നാണ്, y ഈക്വൽ ടു 4x plus 3. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ 4 into 1 4 plus 3 7. 1ന്റെ ഇമേജ് 7. എക്സിന്റെ സ്ഥാനത്ത് 2 3 4 എക്സെട്ര കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ 4 2 8 ആയി, പ്ലസ് 3 11 ആയി. 2ന്റെ ഇമേജ് 11. ഇതേപോലെ തന്നെ 3ക്കും ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് മാത്രമേ ഇവിടെ ഉണ്ടാവൂ. അതുകൊണ്ടാണ് റേഞ്ച് ഓഫ് എഫ് എന്ന് കൊടുത്തത്. അതായത് ഓൺ ടു ആക്കുക. അതായത് സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്ത് കിട്ടണം, പ്രീ ഇമേജ്. എങ്കിൽ മാത്രമാണ് ഓൺ ടു ആവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻവേർട്ടിബിൾ എന്ന് കാണിക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സും കിട്ടണം, എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ വൈ. നോക്കാം നമുക്ക്. തന്നിരിക്കുന്നത് തിരിച്ചെഴുതിയാൽ 4x plus 3 equal to 5 എന്ന് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ 4x എന്ന് പറഞ്ഞാൽ y, 3 അങ്ങേപ്പുറം പോകുമ്പോൾ y minus 3. അപ്പോൾ x എന്ന് പറഞ്ഞാൽ y minus 3 divided by 4. ഇതിനാണ് നമ്മൾ g എന്ന് കൊടുക്കാം, g of y. ഇപ്പം തന്നിരിക്കുന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫിന്റെ ഇൻവേഴ്സ് ആണ് g. അപ്പം ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിച്ചാൽ മതി. ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാറുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യേണ്ടത് എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമുക്കറിയാം ജി ഓഫ് വൈ വൈ മൈനസ് 3 ഡിവൈഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് മൈനസ് 3 ഡിവൈഡ് ബൈ 4. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് minus 3 divided by 4, which is equal to f of x എന്ന് പറഞ്ഞാൽ 4x plus 3, that is 4x plus 3
-3 ഡിവൈഡ് ബൈ 4. നമ്മൾ നോക്കുമ്പോൾ 3യും -3യും ഗെറ്റ് ക്യാൻസൽ, വിച്ച് ഈസ് ഈക്വൽ ടു 4x ഡിവൈഡ് ബൈ 4, വിച്ച് ഈസ് ഈക്വൽ ടു x. നമുക്ക് ആൻസർ കിട്ടി x. ജി കോമ്പോസിഷൻ എഫ് ഓഫ് x എന്തായി? x. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് y എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് y ഈക്വൽ ടു, നമുക്കറിയാം എഫ് ഓഫ് x എന്ന് പറഞ്ഞാൽ 4x plus 3 ആണ്. എഫ് ഓഫ് y എന്ന് പറഞ്ഞാൽ 4y plus 3 ആണ്. എഫ് ഓഫ് ജി ഓഫ് y എന്ന് പറഞ്ഞാൽ 4 into g of y plus 3, which is equal to 4 into g of y എന്ന് പറഞ്ഞാൽ it is equal to y minus 3 divided by 4 ആണ്. അത് അതേപോലെ കൊടുക്കുമ്പോൾ y minus 3 divided by 4 plus 3. 4ഉം 4ഉം get cancelled, which is equal to y minus 3 plus 3. minus 3ഉം 3ഉം cancel ആയി, which is equal to y കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ വൈയും കിട്ടി. അങ്ങനെയാകുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും therefore we can write that f is bijective. That is f is invertible. അങ്ങനെയാകുമ്പോൾ നമുക്ക് എഴുതാം എഫിന്റെ ഇൻവേഴ്സ് ഈക്വൽ ടു ജി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു y minus 3 divided by 4. എത്ര എളുപ്പമാണ്? എഫിന്റെ ഇൻവേഴ്സ് കിട്ടി ജി, വിച്ച് ഈസ് ഈക്വൽ ടു y minus 3 divided by 4. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് മാത്തമാറ്റിക്സ് ഈസിയാണ്, മാത്സ് ഈസിയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.